TP51 സിനിമ റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന BJP MP സുരേഷ് ഗോപിയുടെ ഭരത് ചന്ദ്രൻ IPS സ്റ്റൈലിലുള്ള ചോദ്യത്തിൽ ജോൺ ബ്രിട്ടാസിന്റെ വായടഞ്ഞത് നമ്മൾ കണ്ടതാണ്. അടഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ അടപ്പിച്ചു എന്ന് പറയുന്നതാകും ശരി. എമ്പുരാൻ സിനിമയെ ചൊല്ലിയുള്ള വിവാദങ്ങളിലായിരുന്നു സുരേഷ് ഗോപി സംസാരിച്ചത്. എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള ജോൺ ബ്രിട്ടാസിന്റെ ഉപമയായിരുന്നു ഇതിനാസ്പദം. വഖഫ് ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ രാജ്യസഭയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സുരേഷ് ഗോപിയെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യാനുള്ള വാചകങ്ങൾ ജോൺ ബ്രിട്ടാസ് എടുത്തിട്ടത്. സ്വാഭാവികമായും തിരിച്ചുള്ള മറുപടിക്ക് തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് ജോൺ ബ്രിട്ടാസിന് മറുപടി ഉണ്ടാകണം. കാരണം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലാണ് ചർച്ച നടന്നത്. അനാവശ്യമായ കുത്തിത്തിരികലാണ് ജോൺ ബ്രിട്ടാസ് നടത്തിയത്. തൃശൂരിൽ ഒരു അബദ്ധം പറ്റിയെന്ന് നിയമം പോലെ BJPയുടെ ലോക്സഭാ അക്കൗണ്ട് പൂട്ടിക്കുമെന്നും സുരേഷ് ഗോപി MPയെ എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തോട് ഉപമിക്കുകയും ചെയ്യുകയുണ്ടായി ജോൺ ബ്രിട്ടാസ്. ഇതുപോലുള്ള മുന്നമാരെ തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൾക്കുണ്ടെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു. എന്ത് ധൈര്യമാണ് ഇവർക്കൊക്കെ! എന്തും കാണിക്കാം, എന്ത് തരത്തിലുള്ള വർഗീയതയും തീവ്രവാദവും ചെയ്യാം. സഭയിൽ വന്ന അന്തസ്സോടെ എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കാം. ചെയ്യുന്ന കാര്യത്തിലും പറയുന്ന കാര്യത്തിലും ഇവർക്കൊന്നും തന്നെ യാതൊരു ധാരണ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വാ അടപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇവർ അർഹിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ മുന്നേ എന്ന കഥാപാത്രവുമായി ഉപമിച്ചു സംസാരിച്ചതിന് സുരേഷ് ഗോപി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ജോൺ ബ്രിട്ടാസ് എമ്പുരാൻ സിനിമയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് TP51 എന്ന സിനിമ റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? ഈ രണ്ട് സിനിമകൾ റിലീസ് ചെയ്യാൻ അവർ ധൈര്യപ്പെടുമോ? അങ്ങനെ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അവർക്ക് എമ്പുരാന് വേണ്ടി അലറി വിളിക്കാം. എമ്പുരാന്റെ നിർമ്മാതാക്കൾക്ക് മുകളിൽ സെൻസർ ചെയ്യാനുള്ള പ്രഷർ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു പ്രതികരണം തന്നെയല്ലേ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരുന്നത്? പുറത്തു വല്ലതുമായിരുന്നെങ്കിൽ ഇത്ര ക്ഷമ ഉണ്ടാകുമോ എന്നത് സംശയമാണ്. രാജ്യം നേരിടുന്ന ഒരു അപകടം, രാജ്യത്തിലെ അപകടത്തിലേക്ക് എത്തിക്കാവുന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു ചർച്ചയിൽ പോലും വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് ബ്രിട്ടാസ് ശ്രമിച്ചത് എന്ന് പറയേണ്ടി വരും. കാരണം ഭാരതത്തിലെ പൗരന്മാരുടെ നിലനിൽപ്പിനെ തന്നെ ഭാവിയിൽ ബാധിച്ചേക്കാവുന്ന ഒന്നാണ് വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ. ഇന്ന് ഞാനും നിങ്ങളും ഉറങ്ങുന്ന വീട് പോലും തങ്ങളുടേതാണെന്ന അവകാശവാദം ഇവർ ഉന്നയിച്ചാൽ നാളെയല്ല ഈ നിമിഷം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നുള്ളപ്പോൾ തീർച്ചയായും സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗിന് ജോൺ ബ്രിട്ടാസ് മാത്രമല്ല പ്രതിപക്ഷം മൊത്തത്തിൽ അർഹരാണ്. പാർലമെന്റിൽ മലയാളത്തിൽ സംസാരിക്കാനുള്ള അനുവാദം വാങ്ങിയാണ് സുരേഷ് ഗോപി മാസ് ഡയലോഗുകൾ വെച്ചുകാച്ചിയത്. ഇത് ശരിക്കും കേരള ജനത പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. ശരിക്കും കേരള ഭരണപക്ഷത്തിന്റെ മുഖത്തടിച്ച പ്രതീതിയായിരുന്നിരിക്കും കേരള ജനതയ്ക്ക്. കഴിഞ്ഞില്ല. ജോർജ് കുര്യൻ തലയുയർത്തി വിളിച്ചു പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന്. കേരളത്തിലെ MPമാർ മതസൗഹാർദ്ദത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ജോർജ് കുര്യൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിച്ചു. ഓരോ ക്രിസ്ത്യാനിയും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. മതസൗഹാർദ്ദം വിളമ്പുന്ന ഇടതു വലതുപക്ഷം മറന്ന ചിലത് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കോട്ടയത്ത് ക്രിസ്മസ് കരോളിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടുള്ള DYFI പ്രവർത്തകരുടെ മതസൗഹാർദ്ദത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇടുക്കി ബിഷപ്പിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ആക്രമിച്ചു. ഇവരാണ് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും കാണിച്ചു കൂട്ടുന്ന നെറികേടുകൾ അദ്ദേഹം സഭയിൽ തുറന്നു കാട്ടി. ഓരോ ക്രിസ്ത്യാനികൾക്കും പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു വെച്ചു. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരള ജനതയുടെ ശബ്ദമായി താരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ പ്രതിപക്ഷം. എല്ലാം കയ്യിൽ നിന്നും വിട്ടുപോവുകയാണ്. സത്യം പറഞ്ഞാൽ പോയ കിളി ഇപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ടാകില്ല. വഖഫിന്റെ ഹിന്ദു ഭൂമി അധിനിവേശം ഉൾപ്പെടെ പുറത്തു വന്നിട്ട് മതപരമായ കാര്യങ്ങളിൽ BJP സർക്കാർ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നു എന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപണം ഉന്നയിച്ചത്. ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ നിയമം എങ്ങനെ ഇവർ അനുകൂലിച്ചു എന്നത് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അതിൽ എന്ത് അജണ്ടയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതും ചോദ്യമാണ്. എന്തുകൊണ്ടാണ് കണ്ടടമെല്ലാം തീരെഴുതി കിട്ടാനുള്ള നിയമം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇല്ലാത്തത്?
അത്തരമൊരു കാര്യത്തിൽ ഗൗരവകരമായ ചർച്ച നടക്കുമ്പോൾ സ്വന്തം സംസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്യുന്ന MP-യുടെ കുറ്റം കണ്ടുപിടിക്കാൻ ആണ് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന MP ബ്രിട്ടാസ് ശ്രമിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകന്റെ ആളുകൾക്ക് മൊത്തം ഭാരതം തീരെഴുതി കൊടുക്കാമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു എന്ന് പറയാനും പറ്റില്ല. മുനമ്പത്ത് ജനതയ്ക്ക് വാക്ക് നൽകിപ്പോയ കേരളത്തിലെ പ്രതിപക്ഷ MP-മാർ സഭയിലെത്തിയപ്പോൾ മൗനം പാലിച്ചത് നമ്മൾ കണ്ടതാണ്. വീണിടം വിഷ്ണുലോകമാക്കുക എന്നൊക്കെ പറയും പോലെ തോന്നിയ സ്ഥലം ഞമ്മന്റേതാക്കുക എന്ന നിയമമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പൊളിച്ചെഴുതുന്നത്. കോടതിക്ക് പോലും എതിർക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനം. ഹിന്ദു സ്ഥലങ്ങൾ സ്വന്തമാണെന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനത്തിന് കേന്ദ്രം മൂക്കുകയറിട്ട് കഴിഞ്ഞു. അതിപ്പോ ബ്രിട്ടാസിനെ പോലുള്ളവർ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും. ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന് രാജ്യത്തെ കാലുവാരാനുള്ള പരിപാടി ഗുദാഹവ. ഇനി എമ്പുരാനിലേക്ക് വന്നാൽ, രാജ്യം മറന്നിരുന്ന ഗുജറാത്ത് കലാപത്തെ മാത്രം ഫോക്കസ് ചെയ്ത് മുസ്ലിങ്ങളെ വെള്ളപൂശി മുരളി ഗോപി പൃഥ്വിരാജ് അജണ്ടയിൽ പിറന്ന ചിത്രം. സത്യം മറച്ചുവെച്ച് ഘോരഘോരം അഹോരാത്രം വിജയിച്ചു എന്ന് പറയുന്ന ചിത്രം റിലീസായി ഒരാഴ്ച പിന്നിടുമ്പോൾ 5 ദിവസം കൊണ്ട് 200 കോടിയിലെത്തി എന്ന് അവകാശപ്പെടുമ്പോഴും അടുത്തൊരു ചോദ്യമുണ്ട്. രാജ്യത്തിനെതിരെ നിർമ്മിച്ച ചിത്രം, സത്യങ്ങളെ വളച്ചൊടിച്ച ചിത്രം. സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ പല ആളുകളും ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു. ഇന്നും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പല തിയേറ്ററുകളിലും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഇവർക്ക് 200 കോടി ലഭിച്ചത്? എങ്ങനെ നോക്കിയാലും കണക്കുകൾ അങ്ങോട്ട് ശരിയാകുന്നേയില്ല. നിങ്ങൾ തന്നെ നോക്ക്. സിനിമയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നത് കൊണ്ടല്ല എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നേരെ വിമർശനം. കേരളത്തിലിറങ്ങുന്ന 100% സിനിമകളും സംഘപരിവാറിനെ വിമർശിച്ചും പരിഹസിച്ചും ഒക്കെയുള്ള സിനിമകളാണ്. എമ്പുരാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം, ഇന്ത്യ വിരുദ്ധത, മത തീവ്രവാദി പ്രസ്ഥാനങ്ങളോടുള്ള ആഭിമുഖ്യം തുടങ്ങിയവയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് അയാളുടെ സിനിമയിൽ തീവ്രവാദികളെ വെള്ളപൂശുന്നതും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ തീവ്രവാദി അക്രമങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്ന NIA പോലുള്ള ഏജൻസികളെ ടാറടിച്ചു കാണിക്കുന്നതിലും ഒന്നും അത്ഭുതമില്ല. പക്ഷേ ഇതൊക്കെ കണ്ട് പുളകം കൊള്ളാനായി രാജ്യത്തെ സകല കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അനുഭാവികൾ ഇറങ്ങി തിരിച്ചാലും ഇത്രയും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ എങ്ങനെ 2 ആഴ്ച കൊണ്ട് 200 കോടി ഉണ്ടാക്കും? അങ്ങനെ 200 കോടി കിട്ടിയെങ്കിൽ അത് എവിടെ നിന്ന് വന്നു? തീവ്രവാദ ഫണ്ടിംഗ് എന്ന ആരോപണം അപ്പോൾ ശരിയാണോ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യം തന്നെയാണ് ഇന്ത്യ. എന്നാൽ തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്നതിലേക്കോ വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്നതിലേക്കോ ദേശീയ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിലേക്കോ വ്യാപിക്കുന്നില്ല. ആ പരിധി ലംഘിച്ചതിന് പൃഥ്വിരാജ് വെള്ളം കുടിക്കുക തന്നെ വേണം. ഇല്ല എങ്കിൽ തീർച്ചയായും സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെ പോലെയുള്ള താരങ്ങൾ വെള്ളം കുടിപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നലത്തെ മഴയത്ത് പൊട്ടിമുളിച്ച വ്യക്തികളല്ല ഇവർ. പറയേണ്ടടുത്ത് പറയാൻ അവർക്കറിയാം. ചെയ്യേണ്ടത് ചെയ്യാനും ചോദിക്കേണ്ടത് ചോദിക്കാനും എതിർക്കേണ്ടത് എതിർക്കാനും സൂപ്പർ സ്റ്റാറുകൾക്കറിയാം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.